കെ.പി.സി.സി, ഡി.സി.സി തലത്തിലുള്ള പുനഃസംഘടനയുടെ ഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ന് തിരക്കിലാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് ഈ പ്രക്രിയ ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെയല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പുനഃസംഘടനയെക്കുറിച്ച് തികച്ചും വ്യാകുലരാകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതും. അതിൽ നിർവൃതി കാണുന്നവർ ഈ പുനഃസംഘടന അനന്തമായി നീളുമെന്നാണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗ്രൗണ്ട് സീറോ എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഈ പറഞ്ഞു പ്രചരിക്കുന്നത് പോലെയുള്ള ആശയക്കുഴപ്പമൊന്നും കെ.പി.സി.സിയെ അലട്ടുന്നില്ല. അല്പമെങ്കിലും പുനഃസംഘടന താമസിക്കുന്നതിന് കാരണം എ.ഐ.സി.സിയുടെ പുതിയ നിബന്ധനകളാണ്. ഒരാൾ ഡി.സി.സി പ്രസിഡന്റ് ആയാൽ 3 കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്ന കാരണത്താൽ കെ.പി.സി.സി കേന്ദ്ര നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വരുന്ന മുറയ്ക്ക് തന്നെ പുനഃസംഘടന പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കെ.പി.സി.സിയുടെ നിഗമനം. ഇങ്ങനെയിരിക്കെ ഒരു കാര്യം വ്യക്തമാണ്. മറ്റെതിർപ്പുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് സുപരിചിതനായ ജ്യോതികുമാർ ചാമക്കാലയെ കെ.പി.സി.സിയുടെ പുതിയ ഖജാൻജിയായി നിയമിക്കുവാൻ ഇതിനോടകം ധാരണയായിട്ടുണ്ട്. പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാമക്കാല സമർത്ഥമായ രീതിയിൽ ഇരുയിടങ്ങളിലും മികവുറ്റ രീതിയിൽ ഇലക്ഷൻ കമ്മിറ്റികളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ടുള്ള പ്രവർത്തനമാണ് ചാമക്കാലയെ പുതിയ പദവിയിലേക്ക് നിയമിക്കാൻ കെ.പി.സി.സി മുതിരുന്നത്. ചാമക്കാലയുടെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ 44 കൊല്ലമായി ഇദ്ദേഹം കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും തന്റെ പാർട്ടിക്ക് വേണ്ടി നിരന്തര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. തന്റെ സ്വന്തം നാടായ അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ച ചാമക്കാല 2004 തൊട്ട് 2007 വരെ സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അടുത്ത 5 കൊല്ലം ഡി.സി.സിയുടെ ജനറൽ സെക്രട്ടറിയായും പിന്നീട് 2012 മുതൽ 20 വരെ കെ.പി.സി.സി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയാണ്. ഇതിനിടെ 2010 മുതൽ കേരള സർവകലാശാലയുടെ സെനറ്റ് അംഗമായും പിന്നീട് 2011 മുതൽ 18 വരെ സിൻഡിക്കേറ്റ് അംഗവുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. മികവുറ്റ വാഗ്മിയായ ചാമക്കാല ഇതേ സമയം കെ.പി.സി.സി വക്താവ് എന്ന നിലയിൽ വിവിധ ടെലിവിഷൻ ചർച്ചകളിലും സ്ഥിര സാന്നിധ്യമായിട്ടുണ്ട്. ഖജാൻജി എന്ന സ്ഥാനത്തിന് പുറമെ കെ.പി.സി.സി ചാമക്കാലയെ അടുത്ത കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിൽ നിന്നും വീണ്ടും മത്സരിപ്പിക്കുവാനും ഇതിനോടകം തീരുമാനമായതാണ്. 2021 ഇദ്ദേഹം ഇവിടെ നിന്ന് മത്സരിക്കുകയും ഏതാണ്ട് 14,000 വോട്ടുകൾക്ക് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ.വി. ഗണേഷ് കുമാറിനോട് പരാജയപ്പെട്ടതുമാണ്. എന്നാൽ ആ തോൽവി ചാമക്കാലയെ ഒരു വിധത്തിലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 4.5 കൊല്ലമായി ചാമക്കാല പത്തനാപുരത്ത് തന്നെ തുടരുകയാണ്. ആ പ്രദേശത്തെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ തന്റെ ഇടപെടലിലൂടെ ചാമക്കാല ഇന്നും പത്തനാപുരത്ത് ആളുകളുടെ ഇടയിൽ ഒരു പ്രിയങ്കരനാണ്. ചാമക്കാലയുടെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനം ചില്ലറയൊന്നുമല്ല ഗണേഷ് കുമാറിനെ ഇപ്പോൾ അലട്ടുന്നത്. ഇതുകൊണ്ട് തന്നെയാകും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഒരു പൊതുയോഗത്തിൽ വെച്ച് തന്റെ ദീർഘകാല പ്രവർത്തനം മറക്കരുതെന്നും പത്തനാപുരത്തെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത്. ഇതിൽ കൂടുതൽ ഒരു അംഗീകാരം തന്റെ പ്രതിയോഗിയിൽ നിന്ന് ചാമക്കാലയ്ക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചാമക്കാല പത്തനാപുരത്ത് അടുത്ത കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി വിജയം നേടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. പുതിയ കെ.പി.സി.സി ഖജാൻജി സ്ഥാനത്തിന് പുറമെ പത്തനാപുരത്തുകാരുടെ ആശീർവാദം ലഭിച്ചാൽ അതി 53കാരനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.